ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നത്തെ എവിക്ഷനിലൂടെ ഔട്ടായിരിക്കുന്നത് മുൻഷി രഞ്ജിത്താണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയപ്പോൾ തന്നെ കണ്ടസ്റ്റൻസായിട്ട് വന്ന എല്ലാവരിലും ഈ മുൻഷി രഞ്ജിത്തിനെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വഭാവം, ആ റൂഡായിട്ടുള്ള സംസാരവും, എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉള്ള ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആ ഒരു സ്വഭാവം. ബിഗ് ബോസ് ഹൗസിൽ പുള്ളിക്കാരൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. പുള്ളിക്കാരൻ പോകുന്നതിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടൻ ഒരു പരാതിപ്പെട്ടി ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആരെക്കുറിച്ചുള്ള പരാതിയും ലെറ്ററിൽ എഴുതിയിട്ട് ആ ഒരു ബോക്സിൽ കൊണ്ടിടാം. അന്നേരം ലാലേട്ടനത് സ്റ്റേജിൽ വായിച്ചിട്ട് അതിനുള്ള മറുപടി കൊടുക്കും എന്നായിരുന്നു. ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന 20 പേരിൽ 19 പേരും ലെറ്ററിൽ എല്ലാവരെയും കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കംപ്ലൈൻറ്റ് എഴുതി ആ ഒരു ബോക്സിലിട്ടു. അത് ലാലേട്ടൻ വായിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഔട്ടായ രഞ്ജിത്ത് മാത്രം ആരെക്കുറിച്ചും ഒരു പരാതിയോ പരിഭവമോ എനിക്കില്ലെന്നുള്ള രീതിയിൽ ലാലേട്ടന് ലെറ്റർ കൊടുക്കുകയും, അന്നേരമാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല സ്വഭാവം. അദ്ദേഹം ഇത്രയും ദിവസം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ടും ആരെക്കുറിച്ചും ഒരു പരാതി അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയാതെ ആ ഒരു ലെറ്റർ അങ്ങനെ എഴുതി കൊടുത്തതിൽ അത് വായിച്ച് കേട്ടപ്പോൾ തന്നെ ഒരു മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അദ്ദേഹം ആദ്യം മുതലേ ബിഗ് ബോസ് ഹൗസിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു എവിക്ഷൻ പ്രക്രിയയിലൂടെ ഔട്ടായി പോകത്തില്ലായിരുന്നു. എന്തായാലും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ തീരുമാനമാണല്ലോ ഏറ്റവും വലുത്. വോട്ടിങ്ങിലൂടെ ആണല്ലോ ഈ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പോയത് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവരുടെയും മനസ്സിൽ മുൻഷി രഞ്ജിത്ത് കുറച്ച് ദിവസങ്ങളിലൂടെയൊക്കെ അവിടെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചു പോയി ആ ലെറ്റർ വായിച്ച് കേട്ടപ്പോൾ. നമുക്കാരെയും നേരത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ പുറമേ ദേഷ്യപ്പെടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലും നല്ലൊരു വ്യക്തിത്വമുണ്ട് എന്ന് ഈ ഒരു കത്ത് വായിച്ചതിലൂടെ മനസ്സിലായി.